ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ കുർത്തിയുടെയൊക്കെ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, തയ്യൽ ഇപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലൊക്കെ എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടുനോക്കണേ. നമ്മൾ ആദ്യം തന്നെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നീളത്തിൽ. ഇതിപ്പോൾ 2 സ്ലീവിന് വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇതിപ്പോൾ 2 ഫോൾഡാണ്. ഇനി നമ്മൾ 2 സ്ലീവിന് വേണ്ടി കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്നും കൂടെ മടക്കിയിട്ട് 4 ആക്കിയിട്ട് ഇതുപോലെ 4 ഫോൾഡായിട്ട് ഉണ്ടാവും. 2 സ്ലീവിനും കൂടെ ആണ് കേട്ടോ നമ്മളിങ്ങനെ എടുക്കുന്നത്. ഇങ്ങനെ നല്ലോണം മടക്കിയിട്ട് ചുളിവൊന്നും ഇല്ലാതെ നമ്മൾ വിരിച്ചിടുക. ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ള ക്ലോത്ത് ഇത് എക്സ്ട്രാ ഉണ്ട് കേട്ടോ. എക്സ്ട്രാ നീളം വരുന്നുണ്ട്. 12 ഇഞ്ച് നീളം വരുന്നുണ്ട്. അത്രയ്ക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിൻ്റെ നീളം വേണ്ടത് അതിനനുസരിച്ചിട്ട് ക്ലോത്ത് എടുക്കുക കേട്ടോ. അതേപോലെ 10.5 ഇഞ്ച് വിട്ടും കൂടെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുക. എനിക്ക് ഒരു 7 ഇഞ്ചാണ് എനിക്ക് ശരിക്കുള്ള ലെങ്ത്ത് വേണ്ടത്. ഇവിടുന്ന് ഇങ്ങോട്ട് ഇതിവിടെ ഫോൾഡഡ് സൈഡാണ്. അപ്പോൾ 7 ഇഞ്ച് എനിക്ക് ലെങ്ത്ത് വേണം. അപ്പോൾ 7 ഇഞ്ചും അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ ഞാൻ തയ്യൽ തുമ്പ് ഞാൻ വിടുന്നുണ്ട്. അപ്പോൾ 8.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് തയ്യൽ തുമ്പ് അടക്കം. 1/2 ഇഞ്ച് ഇവിടെ 1 ഇഞ്ച് നമുക്ക് ഇവിടെ ഫോൾഡ് ചെയ്യാനും അതേപോലെ ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡറിനോട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ അതിൻ്റെ. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് വേണം. അപ്പോൾ മൊത്തത്തിൽ ഒരു 8.5 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊരു ലൈനാക്കിയിട്ട് വരച്ച് കൊടുക്കാം. അതായത് ഇതുപോലെ ഒരു ലൈനാക്കി വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ആം ഹോൾ റൗണ്ടാണ്. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ സ്ലീവിന് വേണ്ടതല്ല, ഞാൻ അല്ലാതെ ആട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ ഒരു ബ്ലൗസിൻ്റെ ആം ഹോൾ റൗണ്ട് ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ വെച്ചിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് എക്സ്ട്രാ നമ്മൾ വിടണം. അത് ഇതുപോലെ ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഇതുപോലെ വെച്ചിട്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ ഈ ഒരു റൗണ്ട് ഉണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും അല്ലേ. ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു റൗണ്ട് ഉണ്ടല്ലോ, ഇതാണ് ആം ഹോൾ റൗണ്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ അളന്നെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ഈ ഒരു അളവല്ല ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. ഞാൻ വേറൊരു കുർത്തീൻ്റെ അളവാണ് കേട്ടോ എനിക്ക് വേണ്ടത്. അപ്പോൾ അത് ഞാനിതുപോലെ ഒരു 8 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 8 ഇഞ്ച്. പിന്നെ തയ്യൽ തുമ്പ് വേണ്ടത് ഒരു 1.5 ഇഞ്ചാണ് കേട്ടോ. നമ്മളിവിടെയൊക്കെ 1.5 ഇഞ്ചാണ് നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇവിടെ താഴെ ജോയിൻ ചെയ്യുന്നിടത്തും 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 9.5 ഇഞ്ച് വരും കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഒരു ക്യാപ്പ് ഹൈറ്റ് ഉണ്ടാവും. അത് കണ്ടുപിടിക്കാൻ ഇപ്പോൾ 40 ചെസ്റ്റുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെസ്റ്റ് അളവിനെ ഒരു 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 40 ചെസ്റ്റ് വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3.3 ഇഞ്ച് കിട്ടും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സാധാരണ എടുക്കുന്നത് ഇപ്പോൾ തടിയില്ലാത്ത ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് വരും. പിന്നെ കുറച്ചുകൂടെ തടിയുള്ളവർക്കാണെങ്കിൽ 3.5 ഇഞ്ച്, അതിലും കൂടുതൽ തടിയുള്ളവർക്ക് 4 ഇഞ്ച്, അങ്ങനെയാണ് ഇവിടെ ഹൈറ്റ് വരിക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇവിടുന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെയും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതും ഇതുപോലൊരു ലൈനാക്കി വരച്ചു കൊടുക്കുക കേട്ടോ. ഇതാണ് ക്യാപ്പ് ഹൈറ്റ് വരുന്നത്. അങ്ങനെ എന്താ പറയുക, ഈ ഒരു ഭാഗമാണ് നമ്മൾ ഷോൾഡറിനോട് ജോയിൻ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവിടെ ചുളിവൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ കൈക്കുഴീൻ്റെ അവിടെയൊക്കെ ചുളിവ് വരുമല്ലോ, അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെരിച്ച് കറക്റ്റ് ആ ഒരു ഹൈറ്റ് നോക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇവിടുന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഇവിടുന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ 8 ഇഞ്ച് വരുന്നോളോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് ഇതിപ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു 8.5 ഇഞ്ചിൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹാഫ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ഹാഫ് അപ്പോൾ 4.25 ഇഞ്ച് വരും. 8.5യുടെ ഹാഫ് 4.25 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ ഇത് രണ്ടും ഹാഫ്. അപ്പോൾ ഇതിൻ്റെയും ഹാഫ് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് 4.5യുടെ ഹാഫ് എന്ന് പറയുമ്പോൾ 2.25 ഇഞ്ച് വരും. ഇവിടെ 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെ 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ഇവിടുന്ന് ഒരു 1 ഇഞ്ച് നമ്മൾ താഴ്ത്തിയിട്ട് ആണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കർവാക്കി വരച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 2.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ആദ്യം നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെയുള്ളതിൻ്റെ ഹാഫ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. എന്നിട്ട് ഈ ഹാഫിൻ്റെ ഹാഫ് കൂടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് 1/2 ഇഞ്ച് ഇതുപോലെ പുറത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇതിൻ്റെ ഹാഫ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ഇവിടുന്ന് 1/2 ഇഞ്ച് ഉള്ളോട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ പുറത്തോട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഉള്ളിലോട്ടുമായിട്ടാണ് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് ഒരു ഇഞ്ച് വരുന്ന പോലെ നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ നേരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടം തൊട്ട് നമ്മൾ ഇതുപോലെ കർവാക്കിയിട്ട് വരച്ചു കൊടുക്കുക. അതിലൂടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഈ ഹാഫ് മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റിലോട്ട് നമ്മൾ കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ ഉള്ളിലോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ 1/2 ഇഞ്ച്, ഇവിടെ നിന്ന് ആ ഒരു പോയിന്റിലോട്ടും ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ ഇപ്പോൾ കണ്ടോ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സ്ലോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടം തൊട്ട് നമ്മൾ ഇതാണ് ഇപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ കറക്റ്റ് വരുന്നത് കേട്ടോ. അവിടെ നിന്ന് നമ്മളിവിടെ 1.5 ഇഞ്ചാണല്ലോ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ സ്ലീവ് റൗണ്ട് ഉണ്ടല്ലോ, നമ്മുടെ അടിഭാഗത്ത് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ റൗണ്ട് കണ്ടുപിടിക്കുമല്ലോ ഇങ്ങനെ വെച്ചിട്ട്, ഇതാണ് സ്ലീവ് റൗണ്ട് വരുന്നത്. അപ്പോൾ അത് എത്രയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ടോ അത് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ വേണ്ടത് ഒരു 5 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. എൻ്റെ റൗണ്ട് വരുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് 5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മളെ കറക്റ്റ് അളവ് നമ്മൾ ആദ്യം ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സ്ലീവ് റൗണ്ട് പിന്നെ തയ്യൽ തുമ്പ് ഉണ്ടല്ലോ അതും ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വരച്ചത് ഇതുപോലെയാണ് കേട്ടോ ഇങ്ങോട്ട് വരച്ചെടുക്കേണ്ടത്. എന്നിട്ട് ഇവിടുന്ന് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അതിലൂടെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അളവ് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഞാൻ ഈ പറഞ്ഞ അളവിൽ നിന്നും ആ ഒരു അളവ് മാറ്റിയിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ കേട്ടോ. ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അളവിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അളവ് വെച്ചിട്ട് നിങ്ങളൊന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് വിരിച്ചിടുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നത് കാണിച്ചത്. ഇത് കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു കർവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ട് ഹാം ഹോളും ബാക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു നമ്മുടെ ഇങ്ങനെ തിരിച്ച് വരച്ചപ്പോൾ നമ്മളിവിടെ ഹാഫ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതിൻ്റെ ഹാഫ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് മതി കേട്ടോ. ഇവിടെ ഒരു 1/4 ഇഞ്ച് ഉള്ളിലോട്ട് തള്ളി മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടുന്ന്. എന്നിട്ട് ഇതിലൂടെ ഈ ഒരു 1/4 ഇഞ്ച് ഉള്ളിലോട്ട് കുഴിച്ച് വെട്ടി കൊടുത്തിട്ട് ഈ ഒരു കറക്റ്റ് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടല്ലോ ആ ഒരു പോയിന്റിലോട്ട് തന്നെ നമുക്ക് കൊണ്ടുവരാം. ഇങ്ങനെയാണ് ഫ്രണ്ട് ആം ഹോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, രണ്ടും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യരുത്. ഇതിങ്ങനെ ഇതുപോലെ വിരിച്ചിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടുന്നേ കുറച്ചൊന്ന് ഇവിടെ മേലെ ഭാഗം ഉണ്ടല്ലോ ഇവിടുന്നേ കുറച്ചൊന്നിങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ എന്താ പറയുക ഒരുവിധം ആൾക്കാരുടെ ചുരിദാറിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ ചുളിവ് വരുന്നത്. അപ്പോൾ ആ ഒരു ചുളിവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഉള്ളിലോട്ട് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇത് വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഇതുപോലെയാണ്. ഇതുണ്ടോ ഉള്ളിലോട്ട് കുഴിച്ചിട്ടാണ് നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 2 സ്ലീവിനും കൂടെ ഞാനിപ്പോൾ ഒരു പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ മാത്രമാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി കേട്ടോ. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ഒരുപാടായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.